എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് LICയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 4 കിടിലൻ പ്ലാനുകളെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് കുട്ടികളെ പറ്റിയിട്ടാണ്. കുട്ടികളെല്ലാവരും ഒരു പ്രയോറിറ്റിയാണ്. സേവിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഫാമിലി ആകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സേവിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 4 കിടിലൻ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആർക്കെങ്കിലും LICയിൽ പോളിസികൾ എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ LICയിലെ പോളിസികളെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്യാം, എൻക്വയറികൾ നടത്താവുന്നതാണ്. എബ്രോഡ് ഉള്ളവർക്കും പോളിസികൾ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എവിടെ നിന്നുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. LICയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 4 കിടിലൻ പ്ലാനുകൾ. ഇതൊക്കെ ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്, ലെങ്ത് ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല, ലെങ്ത് ആയിട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നുമില്ല. ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. LICയിലെ നിവേഷ് പ്ലസ് പ്ലാനും ഇൻഡെക്സ് പ്ലസ് പ്ലാനും, ഈ 2 പ്ലാനുകൾ മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാനാണ്, ഷെയർ മാർക്കറ്റുമായിട്ട് കിടക്കുന്ന പ്ലാനാണ്. ഇപ്പോഴത്തെ ബൂമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളതും നമുക്ക് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്ലാനുകളാണ്. നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യത കാണുന്ന 2 പ്ലാനുകളാണ് നിവേഷ് പ്ലസും അതുപോലെ തന്നെ ഇൻഡെക്സ് പ്ലസ് പ്ലാനും, സേഫ് ആൻഡ് സെക്യൂർഡ്. അപ്പോൾ ഈ 2 പ്ലാനുകളെ പറ്റി പറയുമ്പോൾ നിവേഷ് പ്ലസ് എന്ന് പറയുന്നത് സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റോട് കൂടി വരുന്ന ഒരു പ്ലാനാണ്. 1,25,000 രൂപയാണ് മിനിമം നിവേഷ് പ്ലസ് പ്ലാനിൻ്റെ സിംഗിൾ പ്രീമിയം ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അതിന് മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പോകാനായിട്ട് പറ്റുന്ന പ്ലാനാണ് നിവേഷ് പ്ലസ്. നിവേഷ് പ്ലസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു FD പോലേക്ക് ഇടാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നിവേഷ് പ്ലസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാൻ കൂടിയാണ് നിവേഷ് പ്ലസ്. അതേസമയം നമ്മുടെ ഇൻഡെക്സ് പ്ലസ് ആവട്ടെ, മന്ത്ലി നമ്മൾ അടച്ചു പോകുന്ന, മന്ത്ലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ഒക്കെ അടച്ചു പോകുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്നത്. അത് 30,000 രൂപയാണ് മിനിമം ഇയർലി ഇതിൻ്റെ പ്രീമിയം വരുന്നത്. മന്ത്ലി ആയിട്ട് പറയുമ്പോൾ ഏകദേശം 2,500 രൂപയ്ക്കാണ് മിനിമം ഈ ഒരു ഇൻഡെക്സ് പ്ലസ് പ്ലാനിൻ്റെ പ്രീമിയം വരുന്നത്. ഇതിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 90 ദിവസത്തിന് ശേഷമാണ്. 90 ദിവസത്തിന് മുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ വരുന്ന 2 പ്ലാനുകളാണ് നിവേഷ് പ്ലസും ഇൻഡെക്സ് പ്ലസ് പ്ലാനും. LICയിൽ നിവേഷ് പ്ലസിൻ്റെ പ്ലാൻ നമ്പർ 749ഉം ഇൻഡെക്സ് പ്ലസിൻ്റെ പ്ലാൻ നമ്പർ 875ഉമാണ്. ഈ 2 പ്ലാനുകളും ഇച്ചിരി റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന 2 പ്ലാനുകളാണ്. ഇതിൽ നമുക്ക് റിസ്ക്കും പേഴ്സൻറ്റേജും ഏകദേശം റിട്ടേൺ വരുന്ന ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏതിൽ വേണം, ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കണോ, ലോ റിസ്ക് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എമൗണ്ട് ഇടുന്നത്, നമ്മൾ ഏത് ഇതിലാണ് ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിന് കൂടാതെ നമുക്ക് ഇൻഷുറൻസ് കവറേജും നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോളിസിയാണ് ഇൻഡെക്സ് പ്ലസും അതുപോലെ തന്നെ നിവേഷ് പ്ലസ് പ്ലാനും. ഇനി നമുക്ക് മറ്റൊരു പ്ലാനിനെ പറ്റി സംസാരിക്കാം. LICയുടെ ജീവൻ ഉമംഗ് എന്ന് പറയുന്നത് പ്ലാൻ 745 745. ഈ പ്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ, ജീവൻ ഉമങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു കൈൻഡ് ഓഫ് ഒരു പെൻഷൻ പ്ലാൻ എന്ന് പറയാം. ഒരു നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു റിട്ടേൺ 8% റിട്ടേൺ കിട്ടുന്ന ഒരു പോളിസി എന്ന് പറയാം. സമ്മർഷുകളുടെ 8% റിട്ടേൺ കിട്ടുന്ന ഒരു പോളിസി എന്ന് പറയാം. ഇൻഷുറൻസ് കവറേജും ഇതിൽ നമുക്ക് പോകും വർഷങ്ങളിൽ ഇൻഷുറൻസ് കവറേജും കൂടി വരുന്ന ഒരു പ്ലാനായിട്ടും ഇതിനെ നമുക്ക് സൂചിപ്പിക്കാം. LICയുടെ ജീവൻ ഉമംഗ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ തന്നെയാണ് ജീവൻ ഉമംഗ്. ഇതൊരു ഹോൾ ലൈഫ് പ്ലാനാണ്. 30 ദിവസം മുതൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും, ഈ ഒരു പോളിസി എടുക്കാനായിട്ട് പറ്റും. പിന്നീട് 100 വയസ്സോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഈ പോളിസി, ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനാണ് ജീവൻ ഉമംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക്, കുട്ടികളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഒരു വയസ്സാവുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഇതെടുത്ത് ഇടുകയാണെങ്കിൽ, ആ ഒരു പീരീഡിൽ എടുത്തിടുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു ടിപ്പ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ പോക്കറ്റ് മണി പോലെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു പോളിസി തന്നെ അവർക്കൊരു ചെറിയ പോക്കറ്റ് മണി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ജീവൻ ഉമംഗ് എന്ന് പറയുന്നത്. ഈ പോളിസിയും ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജും ഒക്കെ നല്ല കിടലും തന്നെയാണ്. അപ്പോൾ ഈ പോളിസിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചാനൽ ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു പോളിസിയാണ് ജീവൻ തരുൺ എന്ന് പറയുന്നത്. 30 ദിവസം മുതൽ 12 വയസ്സ് വരെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചേരാൻ പറ്റുന്ന ഒരു പോളിസിയാണ്, എടുക്കാൻ പറ്റുന്ന ഒരു പോളിസിയാണ് ജീവൻ തരുൺ എന്ന് പറയുന്നത്. 20 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രീമിയം പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. 20 വയസ്സ് വരെ നമ്മൾ ഇതിൻ്റെ പ്രീമിയം പേ ചെയ്യണം. 2 ലക്ഷമാണ് മിനിമം സം എഷ്യൂർഡ് എന്ന് പറയുന്നത് ജീവൻ തരുണിൻ്റെ. ഇത് നമുക്ക് 25-ാം വയസ്സിൽ മെച്യൂരിറ്റി എന്ന രീതിയിൽ ഇത് നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു മണി ബാക്ക് എന്ന രീതിയിൽ 5% റിട്ടേൺ ആയിട്ട് 21-ാം വയസ്സ് മുതൽ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ നമുക്ക് അങ്ങനെ മേടിക്കാവുന്നതാണ്. ഫൈനൽ ഇയറിൽ, അതായത് ഏറ്റവും അവസാനത്തെ വർഷമാണ്
കൂടുതൽ സം അഷ്യൂർഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതും നല്ലൊരു പ്ലാനാണ് കുട്ടികൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമയത്ത് ഒരു പീക്ക് ടൈമിലൊക്കെ ഒരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് കയ്യിലുണ്ടാവുന്ന ഒരു നിക്ഷേപമായിട്ടും ഇതിനെ കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഇതിൽ ഇൻഷുറൻസ് കവറേജും മറ്റുള്ള ബെനിഫിറ്റുകളൊക്കെ വേറെ. സോ ഇങ്ങനെയും ഈ ഒരു പ്ലാൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ള 4 പ്ലാനുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മറ്റൊരു ദിവസം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ 4 പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ചാനൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. LICയെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താവശ്യങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈ.